ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം വിക്ടർബറിൻ്റെ തേവരയിൽ വെച്ച് നടത്തിയ ബൈബിൾ ക്ലാസ്സിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ തുടർഭാഗങ്ങൾ നമുക്ക് ശ്രവിക്കാം. എങ്ങനെയുള്ള ഹൃദയത്തിലാണ് ഈശോയ്ക്ക് വന്ന് വസിക്കാൻ സാധിക്കുന്നതെന്നെല്ലാം നമ്മൾ ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമ്മൾ ശ്രവിക്കുമ്പോൾ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, വിശുദ്ധ ഗ്രന്ഥം നമ്മൾ കേൾക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മനുഷ്യരായ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് തുടർന്നുള്ള ക്ലാസ്സിലൂടെ വിക്ടർബർ പറയുന്നുണ്ട്. നമ്മൾ ഹൃദയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സങ്കീർത്തനത്തിലൂടെ അവിടെ നമ്മളോട് അരുളി ചെയ്യുന്നുണ്ട്. സങ്കീർത്തനം 17-ാം അധ്യായത്തിൽ ദാവീദ് പറയുന്നുണ്ട്, കർത്താവേ, അങ്ങൻ്റെ ഹൃദയം ഉരച്ചു നോക്കിയാൽ, അങ്ങനെ സന്ദർശിച്ചാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എന്നാണ് ദാവീദ് പറയുക. ദാവീദിൻ്റെ ഹൃദയത്തെ ദൈവം പറയുന്നുണ്ട്. ദൈവത്തിന് ഇണങ്ങിയ ഒരു വ്യക്തിയെ ദൈവം ദാവീദിൽ കണ്ടെത്തുകയാണ്. തൻ്റെ ഹൃദയത്തിന് യോജിച്ച ആളെ ദൈവം ദാവീദിൽ കണ്ടെത്തുന്നു എന്ന് അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് ദാവീദ് ദൈവത്തോട് പറയുന്നത്. അങ്ങൻ്റെ ഹൃദയത്തെ ഉരയ്ക്കുകയാണെങ്കിൽ, നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഹൃദയത്തെ ഉരയ്ക്കുമ്പോൾ എത്രമാത്രം തിന്മ അതിൽ നിന്ന് ദൈവത്തിന് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുമ്പോൾ നമ്മളിൽ എത്രമാത്രം പാപങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതിൽ കണ്ടെത്തി നമ്മൾ മാറ്റുന്നതിലൂടെ ദൈവവുമായിട്ട് നമ്മൾ ഒന്നാകുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുകയാണ്. ആ ദൈവം ഉരച്ചുരച്ചുരച്ചു നോക്കുമ്പോൾ അവിടെ തിന്മ കണ്ടെത്താതെ വരുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയോട് കൂടുതൽ അടുക്കണം. നമ്മുടെ കർത്താവായ ഈശോയുടെ വലിയ ഒരു പീഡാസഹനമായിരുന്നു മനുഷ്യാവതാരം, മനുഷ്യനായി ദൈവം ജനിക്കുക. ആ മനുഷ്യനായി ദൈവപുത്രൻ ജനിച്ചതുകൊണ്ട് മനുഷ്യരായ എല്ലാവരെയും രക്ഷിക്കുവാൻ, പാപത്തിൻ്റെ കറകൾ കഴുകിക്കളയുവാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ കർത്താവായ ഈശോ. ആ ഈശോ നമുക്കുള്ളതുകൊണ്ട് നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം എന്നാണ് വിശുദ്ധ പൗലോസ് പറയുക. അപ്പം നമുക്കും നമ്മുടെ ഹൃദയത്തിലെ ദൈവം ഉരച്ചു നോക്കുമ്പോൾ തിന്മ കണ്ടെത്താതിരിക്കണമെങ്കിൽ, ദൈവിക പരിശുദ്ധി കൊണ്ട് നമ്മൾ നിറയണമെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ വചനത്തോട് നമ്മൾ ചേരണം. വചനത്തോട് നമ്മൾ ലയിക്കണം. ലയിക്കുമ്പോൾ ഈശോ നമ്മിൽ വന്ന് വസിക്കുകയാണ്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 26-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, കർത്താവേ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക, എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക. അപ്പോൾ ദാവീദ് പറയാണ്, കർത്താവേ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക, എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക എന്നാണ് ദാവീദ് പറയുക. ഈശോ നമുക്കുള്ളത് കൊണ്ട് ഈ ദാവീദിൻ്റെ ഹൃദയത്തോട് കർത്താവിന് നമ്മളെ ചേർക്കാൻ പറ്റും. നമ്മുടെ കർത്താവായ ഈശോയുടെ ഹൃദയത്തോട് ഈശോയ്ക്ക് നമ്മളെ ചേർക്കാൻ സാധിക്കും. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നില്ലേ 1 കൊറിന്തോസ് 2-16-ാം തിരുവചനത്തിൽ, ക്രിസ്തുവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവനാരുണ്ട്, ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുക. ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ദൈവത്തിൻ്റെ മനസ്സിനോട് ചേരുന്ന വിശുദ്ധ പൗലോസിനെ നമുക്ക് കാണുന്നു. എങ്ങനെ? ആ വിശുദ്ധീകരണത്തിലൂടെ, മാനസാന്തരത്തിലൂടെ. അതുവരെയും നമ്മുടെ ക്രിസ്തുവിനെതിരെ യുദ്ധം ചെയ്ത വിശുദ്ധ പൗലോസ്ലീഹ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ, ക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറിയപ്പോൾ, ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നവനായി മാറി. അതാണ് സങ്കീർത്തനങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിക്കുന്നത്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 17-ാം അധ്യായം 3-ാം തിരുവചനത്തിനും പറയുന്നു, അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ, രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ, അങ്ങ് എന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല. ദാവീദ് എത്ര ധൈര്യത്തോടെയാണ് ദൈവത്തോട് പറയുക, അങ്ങ് എന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല. ഈ തിന്മ കണ്ടെത്താതിരിക്കുവാനാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥം വഹിക്കുന്നത്. അതാണ് 1 യോഹന്നാൻ 2-1-5 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക്
ഒരു മധ്യസ്ഥനുള്ളത് കൊണ്ട് എന്ത് വന്നാലും ഈശോയുടെ അടുത്ത് നമുക്ക് പറയുവാൻ സാധിക്കും. ഈ മാസങ്ങളിലൊക്കെ നമ്മൾ ആത്മാക്കളുടെ മാസമായിട്ട് എടുക്കുന്ന മാസമാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന മാസമാണ്. എന്തിനു വേണ്ടിയാണ്? ആ കർത്താവിൻ്റെ ശുദ്ധീകരണത്തിൽ അവർ പങ്കുകാരാകുകയാണ്. അവർ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത ഓരോ പാപങ്ങളും ദൈവസന്നിധിയിൽ ദൈവം അവരെ ശുദ്ധീകരിക്കുന്ന ഒരു സമയമുണ്ട്. ഇതുപോലെ നമ്മളെയും ദൈവം ശുദ്ധീകരിക്കുന്ന സമയമാണ്. മരണശേഷം അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ദിവ്യ ബലികൾ അർപ്പിക്കുന്നു. അവർക്ക് വേണ്ടി ഒപ്പീസുകളൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ആത്മാവിന് ആശ്വാസം കിട്ടുകയാണ്. എന്തിനാണ് ദൈവം നമ്മളെ ഇത്രമാത്രം ശുദ്ധീകരിക്കുന്നത്? നമ്മൾ പാപരഹിതരാകുവാൻ വേണ്ടി, വിശുദ്ധിയുള്ള ആത്മാക്കളാകുവാൻ വേണ്ടി. അതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ദൈവം കാവൽ നിർത്തുകയാണ് കെരൂബുകളെ. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. യേശു ക്രിസ്തുവാകുന്ന തിരുവചനം, യേശു ക്രിസ്തുവാകുന്ന ഈശോയുടെ തിരുശരീര രക്തങ്ങളിലൂടെ മാത്രമേ നമുക്ക് ആ നിത്യരക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആര് പാപം ചെയ്താലും കർത്താവിനൊരിക്കലും മുഖനോട്ടമില്ല എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നു. അതുകൊണ്ട് അവിടുന്ന് നമ്മളെ ശുദ്ധീകരിച്ച് തന്നോട് ലയിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ആ കർത്താവിൻ്റെ ശുദ്ധീകരണം ലഭിക്കുവാനായിട്ടും കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, കൂടുതൽ പരിശുദ്ധരായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വിറ്റുപേർ തേവരയിൽ വെച്ച് നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ ശ്രവിക്കാം. ഇതിൽ ബ്രദർ പറയുന്നത് ദൈവവചനത്തിലൂടെ നമുക്ക് വിശുദ്ധീകരണം സംഭവിക്കുന്നതിനെക്കുറിച്ചാണ്. ഇതിൽ പറയുകയാണ്, വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഹൃദയം ശുദ്ധി ചെയ്തിരിക്കണം. അവസാനം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത് ഭോഗാസക്തിയാണ്. വചനത്തിൽ വന്നു കഴിയുമ്പോൾ കർത്താവ് അത് നമ്മിൽ നിന്ന് എടുത്തു മാറ്റും. ഈശോ കാരുണ്യവാനും ദയാലുവും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ്. വചനം കേട്ട് വരുമ്പോഴാണ് ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 2-3 തിരുവചനം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വ്യത്യാസം വരും, വിശ്വാസം വർദ്ധിക്കും. റോമ 10:17. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അതുകൊണ്ടാണ് വചനം കേൾക്കുകയും വചനം വായിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു സഹോദരി വന്നു. ആ സഹോദരി പറയുകയാണ്, ബൈബിൾ എടുക്കുമ്പോൾ ഉറക്കം വരികയാണ്. ഉറക്കമില്ലാത്തവർ വചനമെടുത്ത് വായിച്ചാൽ മതി, നല്ലതുപോലെ ഉറങ്ങും. ഇത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. പിശാചില്ല എന്ന് വിളിച്ച് പറയുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ തന്ത്രം. 1 പത്രോസ് 5:8 വാക്യം. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ആദ്യകാലത്ത് ഇത്രയും ധൈര്യമായി ഇത് ഞാൻ പറയുകയില്ലായിരുന്നു. കാരണം മുഖം നോക്കുമായിരുന്നു. കർത്താവിൻ്റെ ശക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ മുഖം നോക്കുവാൻ സാധിക്കുകയില്ല. 2 കൊറിന്തോസ് 2:17 മായം ചേർക്കാത്ത വചനമായിരിക്കണം നാം എവിടെയും കൊടുക്കേണ്ടത്. വചനത്തിൻ്റെ ശക്തി എന്താണെന്ന് ആർക്കും തന്നെ അറിയുവാൻ സാധിക്കുകയില്ല. ജെറമിയ 23:29 പാറയെ തകർക്കുന്ന കൂടമാണ് വചനത്തിൻ്റെ ശക്തി. വചനത്തിൻ്റെ ശക്തി നമ്മിൽ വരണമെങ്കിൽ ആദ്യം നമ്മൾ നാവിനെ നിയന്ത്രിച്ചിരിക്കണം. യാക്കോബ് 3:2. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, സഹോദരിമാർക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അവർ വീട്ടിൽ പോയി ഭർത്താക്കന്മാരോട് ചോദിച്ച് പഠിക്കട്ടെ. 1 കൊറിന്തോസ് 14:34-36 വരെ. മുൻപ് പറഞ്ഞ ആ സഹോദരി എന്നോട് പറഞ്ഞു, ബൈബിൾ എടുക്കുമ്പോഴേ ഉറക്കം വരുമെന്ന്. ആ സമയത്ത് എൻ്റെ അടുത്ത് നിന്നിരുന്ന പലരും അവിശ്വാസികളായിരുന്നു. അവർ സംശയിച്ചു, ഈ പറയുന്നതെല്ലാം സത്യമാണോ എന്ന്. ഞാൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി. അതിനുശേഷം ബൈബിൾ എടുത്ത് കാണിച്ചിട്ട് ആ സഹോദരിയോട് പറഞ്ഞു ബൈബിളിലേക്ക് നോക്കുവാൻ. ആ സഹോദരി അപ്പോൾ തന്നെ നിലത്ത് കിടന്ന് നന്നായിട്ട് കൂർക്കം വലിച്ചുറങ്ങി. ഇത് വചനത്തിൻ്റെ ശക്തിയാണ്. വചനം യേശുവാണ്.
വെളിപാട് 19:13 അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. വചനം എടുക്കുമ്പോൾ നാം ഈശോയെയാണ് കയ്യിലെടുക്കുന്നത്. യോഹന്നാൻ 1:1-5 വരെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമ്മൾ കേൾക്കുകയാണ് ദൈവവചനത്തിൻ്റെ ശക്തി. ആ വചനത്തിൻ്റെ ശക്തി വരുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉറങ്ങി വീഴാറുണ്ട്. എപ്പോഴാണ് നമ്മൾ കൂടുതൽ ഉറങ്ങുക? ദൈവവചനം കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും. വീട്ടുപേർ ഇവിടെ പറയുന്നത് എന്താണ്? വിശുദ്ധ ഗ്രന്ഥം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ കാരണം തിന്മയുടെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. കർത്താവിൻ്റെ വചനം വായിക്കാൻ അവൻ സമ്മതിക്കില്ല. നമ്മൾ അസ്വസ്ഥരാകുകയാണ്, നമ്മൾ ആ സമയത്ത് തന്നെ ഉറങ്ങി വീഴുകയാണ്. അപ്പോൾ ഇവിടെ വന്ന ഒരു സഹോദരി വന്ന് പറയാണ്, ഈശോയുടെ വചനം എടുക്കുമ്പോഴേ ഉറങ്ങും എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ടത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നൊരു സംഭവം നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട്. ഉറക്കം വരാത്ത രാത്രികളിൽ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ കയ്യിലെടുത്താൽ മതി, ആ സമയത്ത് നമ്മൾ ഉറങ്ങും. അതുപോലെ തന്നെ ഒരു ആത്മീയ രഹസ്യമാണ്, ചിലർക്ക് ഉറങ്ങാൻ സാധിക്കില്ല. ഒട്ടും ഉറക്കം വരാത്ത സമയത്ത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം എടുത്ത്, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം എടുത്ത് ഒരു 3 പ്രാവശ്യം നമ്മൾ ഹൃദയപൂർവ്വം വായിച്ചാൽ ഉറക്കം വരാത്തവർക്ക് സുഖനിദ്ര ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സംഭവമാണ്. ആ സമയത്ത് ഈശോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളത് ഹൃദയപൂർവ്വം വായിക്കുമ്പോൾ ഈശോയുടെ പ്രാർത്ഥനയിൽ നമ്മളും പങ്കുകാരാകുകയാണ്. ഈശോ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവും അതിനോട് ലയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഹൃദയപൂർവ്വം അത് വായിക്കുകയാണെങ്കിൽ നമുക്ക് സുഖനിദ്ര ലഭിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഹൃദയം ശുദ്ധി ചെയ്തിരിക്കണം. അവസാനം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത് ഭോഗാസക്തിയാണ്. വചനം വന്നു കഴിയുമ്പോൾ കർത്താവ് അത് നമ്മിൽ നിന്ന് എടുത്തു മാറ്റും. ഈ നമ്മുടെ ജീവിതത്തിലെ പല ബന്ധനങ്ങളുണ്ട്, പല പാപങ്ങളുണ്ട്. ഇതെല്ലാം നമ്മളെ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവസാനം വിട്ടുപോകുന്ന ഒരു പാപമാണ് ഭോഗാസക്തി. ജഡത്തിനോടുള്ള നമ്മുടെ ആഗ്രഹം, ഈ ജഡീക അഭിലാഷങ്ങൾ നമ്മളിലുണ്ട്. ശരീരത്തിന് വേണ്ടിയുള്ള അഭിലാഷങ്ങൾ, ഈ അഭിലാഷങ്ങൾ നമ്മളെ എപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കും, പല രൂപത്തിൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വികാരങ്ങൾ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ. അതാണ് വിശുദ്ധ അമ്മത്രസ്യ പുണ്യവതിക്ക് വെളിപ്പെടുത്തി കിട്ടിയത്. ലോകം, ശരീരം, പിശാച്, ഈ 3 ശക്തികളെ നമ്മൾ കീഴ്പ്പെടുത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവസിക്കുകയാണ്. ഈ 3 ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ ഒരു മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. ലോകം, ശരീരം, പിശാച്, ഈ 3 ശക്തിക്കെതിരായിട്ടാണ് നമ്മുടെ കർത്താവായ ഈശോ പോരാടുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിന് ശേഷം ഈശോ മരുഭൂമിയിലേക്ക് പോവുകയാണ് സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നതിന്. കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വചനം എടുത്ത് സാത്താനെ കീഴ്പ്പെടുത്തുകയാണ്. ഈശോയോട് ദൈവവചനം തന്നെ തിരിച്ചു പറയുകയാണ്, ദൈവിക കാര്യങ്ങൾ പറയുകയാണ്. അതെല്ലാം വിവേചിച്ചറിഞ്ഞ് കീഴ്പ്പെടുത്തുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് 1 യോഹന്നാൻ 2:15-17 വരെയുള്ള തിരുവചനത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇത് 3 മനുഷ്യരായ നമ്മളെ ജീവിതാവസാനം വരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പാപമാണ്. എന്നിട്ട് യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, ഇവ നമ്മളിൽ ഉണ്ടായിരിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ ഉണ്ടായിരിക്കുകയില്ല. ജഡത്തിൻ്റെ ദുരാശ, കണ്ണിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതാണ് ഈ പാപങ്ങളെല്ലാം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടണമെങ്കിൽ വിശുദ്ധ വചനങ്ങളിലേക്ക് നമ്മൾ വരണം, പ്രാർത്ഥനാ ചൈതന്യത്തിലേക്ക് നമ്മൾ വരണം.
വിശുദ്ധ കൂദാശകളിലേക്ക് നമ്മൾ അടുക്കണം. ഇത് വന്നു കഴിയുമ്പോഴാണ് ഇവയെ നമുക്ക് കീഴ്പ്പെടുത്തുവാനുള്ള കൃപ കർത്താവ് നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർക്കെല്ലാം സകല പിശാചുക്കളുടെ മേലും ദൈവം അനുവാദം കൊടുക്കുകയാണ്. ഈ ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം അവസാനിപ്പിക്കുവാൻ വേണ്ടി ആത്മീയ ആയുധങ്ങൾ ധരിപ്പിച്ച് ദരിദ്രരായിട്ട് അവരെ സുവിശേഷ പ്രഘോഷണത്തിന് വിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനത്തിൽ. അതുപോലെ ഭക്ഷണത്തിനോടുള്ള നമ്മുടെ ആഗ്രഹം, ഇങ്ങനെ പല തരത്തിൽ ഉള്ള ആസക്തികൾ നമ്മളിലുണ്ട്. ഇത് വിട്ടു പോകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് നമ്മളോട് വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് പറയാണ്, ഈശോ കാരുണ്യവാനാണ്, ദയാലുവാണ്, സ്നേഹസമ്പന്നനാണ്, വിശ്വസ്തനാണ്. വചനം കേട്ട് കേട്ട് വരുമ്പോഴാണ് ഹൃദയം ശുദ്ധീകരിക്കുന്നത്. ഈ വിശുദ്ധ വചനത്തെക്കുറിച്ച് ഈശോ തൻ്റെ അവസാനത്തെ ഡിസ്കോഴ്സിൽ യോഹന്നാൻ സുവിശേഷം 13 തൊട്ട് 17 വരെയുള്ള തിരുവചനത്തിൽ ഈശോയുടെ അവസാനത്തെ യാത്രയാണ്. ശിഷ്യന്മാരോടൊത്ത് ഈശോ പീഡ സഹിക്കുന്നതിന് മുമ്പ് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ദൈവിക രഹസ്യങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം 14 തൊട്ട് 17 വരെയുള്ള അധ്യായങ്ങൾ. അപ്പം 15-ാം അധ്യായത്തിൽ ഈശോ പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഈശോയാകുന്ന വചനം നിമിത്തം ദൈവപുത്രൻ്റെ പീഡാസഹനത്തിലോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ, ചരിക്കുമ്പോൾ നമുക്ക് ശുദ്ധി ഉണ്ടാകുന്നു എന്നാണ് പറയുക. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ, പിതാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ നമ്മളെ വിശുദ്ധീകരിക്കുന്നു. വചനം കേട്ട് വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ലോക കാര്യങ്ങളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ നമ്മുടെ വിശ്വാസം നമുക്കുണ്ടാവില്ല. സർവശക്തനായ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ആ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ കേൾക്കണം. ക്രൂശിതനായ ഈശോയെക്കുറിച്ച് നമ്മൾ കേൾക്കണം. ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ നമ്മൾ കേൾക്കണം. ആ കേൾവിയിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ബ്രദർ ഒരു സഹോദരിയെക്കുറിച്ച് പറയുകയാണ്, ദൈവവചനം എടുക്കുമ്പോൾ അവർക്ക് ഉറക്കം വരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടൊരു അനുഭവ സാക്ഷ്യം നമ്മളിവിടെ കേൾക്കുന്നുണ്ട്. ഈ വിശുദ്ധ ഗ്രന്ഥം എടുക്കുമ്പോൾ ഉറങ്ങുന്നു എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും തെറ്റാണ് എന്ന് വിചാരിക്കുക. അത് നമ്മുടെ തോന്നലുകളാണ് എന്ന് നമ്മൾ വിചാരിക്കും. ഉറക്കം വരുന്നത് സത്താൻ്റെ ഒരു തന്ത്രമാണ്. പിശാചില്ല എന്ന് വിളിച്ചു പറയുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ തന്ത്രം. നമ്മൾ മനസ്സിലാക്കുക, ഈശോ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും തിന്മയുടെ ശക്തിയുണ്ട്, പിശാചുണ്ട്. അതാണ് 1 യോഹന്നാൻ 3:8 വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നില്ലേ, പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഈശോ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഈ തിന്മയെ ഇല്ലാതാക്കാനാണ്. അപ്പോൾ ഈ സാത്താനില്ല എന്ന് നമ്മൾ പലപ്പോഴും വിളിച്ച് പറയുമ്പോൾ അത് അവൻ സാധിക്കുന്നിടത്തോളം മുതലെടുക്കുകയാണ്. സാത്താനില്ല എന്ന് നമ്മൾ വിളിച്ച് പറയുമ്പോൾ അവൻ സന്തോഷിക്കുകയാണ്. അവനെതിരെ നമ്മൾ യുദ്ധം ചെയ്യുമ്പോഴാണ് നമുക്കെതിരെ സകലമാന പീഡനങ്ങളും സകലമാന തിന്മകളും നമുക്കെതിരെ വ്യാജമായിട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോകാറുണ്ട്. ആ സമയത്ത് സമചിത്തത കൈവിടാതെ ക്രിസ്തുവിനോട് യോജിച്ച് നമ്മൾ നിൽക്കുമ്പോഴാണ് ഈശോ നമ്മളിൽ വരുന്നത്. വിറ്റുപേർ ഇവിടെ പറയുന്നുണ്ട്, ബ്രദർ പലപ്പോഴും ആ വചനം പറയില്ലായിരുന്നു. 1 പത്രോസ് 5:8 നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ബ്രദർ പറയുകയാണ്, മനുഷ്യൻ്റെ മുഖം നോക്കേണ്ടതുകൊണ്ട്, മനുഷ്യപ്രീതി നോക്കേണ്ടത് മൂലം ഞാൻ പലപ്പോഴും ക്രിസ്തുവിൻ്റെ വചനം ആദ്യ സമയങ്ങളിൽ പറയില്ലായിരുന്നു എന്ന്. കാരണം മനുഷ്യർ അസ്വസ്ഥരാകും. സത്താനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ പലതും പറഞ്ഞുണ്ടാക്കും. ആ സമയത്തൊക്കെ പലപ്പോഴും നിശബ്ദത പാലിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അതിനുശേഷം ഈ വചനം വളരെ ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാൻ കർത്താവ് ശക്തി കൊടുക്കുകയാണ്. സാത്താനുണ്ടെന്നും അവൻ്റെ കുടില തന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറയുകയാണ്. അതിനുശേഷം ഇതിൽ പറയുകയാണ്,
കർത്താവിൻ്റെ ശക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ മുഖം നോക്കുവാൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നാൽ ഒരിക്കലും മുഖം നോക്കാൻ പറ്റത്തില്ല എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹായും പറയുന്നുണ്ട്. ഗലാത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ, ഞാൻ മനുഷ്യൻ്റെ പ്രീതി അന്വേഷിക്കണോ അതോ ദൈവത്തിൻ്റെ പ്രീതി അന്വേഷിക്കണോ? ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിച്ചിരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ദാസനാകുമായിരുന്നില്ല. ആ ക്രിസ്തുവിൻ്റെ ദാസനാകണമെങ്കിൽ മനുഷ്യപ്രീതിക്ക് നമ്മൾ പോകരുത്. മനുഷ്യൻ്റെ ഇഷ്ടത്തിന് നമ്മൾ വഴങ്ങാതിരിക്കുമ്പോൾ ദൈവവചനത്തിൽ നമുക്ക് മായം ചേർക്കാതിരിക്കാൻ സാധിക്കും. ആ ക്രിസ്തുവിൻ്റെ വചനത്തിനും സത്യത്തിനും വേണ്ടി നിലനിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് പലപ്പോഴും പാപത്തിൽ നമ്മൾ അടിമയാകാതിരിക്കുമ്പോഴാണ്. ചെറിയ പാപങ്ങൾ നമ്മളെ ചെയ്യിച്ചാണ് നമ്മളെ വലിയ പാപത്തിലേക്ക് സാത്താൻ കൊണ്ടുപോയിടുക. ആ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ കർത്താവിനോട് വിശ്വസ്തത പുലർത്തുമ്പോൾ ദൈവരാജ്യം അവിടെ ഉടലെടുക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ വലയം ചെയ്യുകയാണ്. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ പ്രവാചകൻ പറയാണ്, കർത്താവിൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ്. ആ വചനത്തെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിച്ചു നോക്കി. ദൈവത്തിൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ്. ഈ അഗ്നിയാലാണ് സകലതും ശുദ്ധീകരിക്കപ്പെടുന്നത്. അഗ്നി പോലെ എന്ന് പറഞ്ഞാൽ അത് കത്തിക്കൊണ്ടേയിരിക്കും. ഈ അഗ്നിയാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് വരും. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലും കർത്താവ് നമ്മുടെ മേലെ ആദ്യമേ ചൊരിയുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. കർത്താവിൻ്റെ കരുണ നമുക്ക് ലഭിച്ചതിന് ശേഷമാണ് കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ വിളിക്കപ്പെടുക. ഈ കൃപ നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ പ്രാർത്ഥിച്ച് ദൈവവുമായിട്ട് അടുക്കുമ്പോൾ നമ്മൾ കൃപയിലേക്ക് വരികയാണ്. ആ കൃപയാണ് പിന്നെ പ്രവർത്തിക്കുന്നത്. മനുഷ്യരായ നമ്മളല്ല, ഈശോയാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. ഈ കൃപ പിന്നീട് അതൊരു ശക്തിയായിട്ട് വരും. ദൈവിക ശക്തിയാൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ അഗ്നിയാക്കി ദൈവം ഉപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ അഗ്നി ആയി കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം സ്വർഗീയ ദർശനങ്ങൾ നൽകുന്നത്. പല വിശുദ്ധർക്കും സ്വർഗീയ ദർശനങ്ങൾ നൽകും. മനുഷ്യരായ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുമ്പോൾ അവിടുന്ന് നമ്മളെയും ആ ദൈവിക കാരുണ്യത്തിലൂടെ അവിടുത്തെ കൃപയിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഈ വചനത്തിലെല്ലാം നമ്മൾ കാണുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനം അഗ്നിയാണ്, പാറയെ തകർക്കുന്ന കൂടമാണ്. അതാണ് വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുവചനത്തിന് ഈശോ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. ഈശോയുടെ നാമം ദൈവവചനം എന്നാണ്. നമുക്ക് ഇന്ന് കേട്ട ഈ ദൈവവചനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈശോയുടെ വചനത്തിൻ്റെ ശക്തി, ഓരോ പാപങ്ങളും നമ്മളിൽ നിന്ന് വിട്ടു പോകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം നമ്മളിലേക്ക് വരണം. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കണം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കണം. കേൾവിയിൽ കൂടി നമ്മൾ വിശ്വാസം വർദ്ധിക്കും. ആ കേൾക്കുന്നത് യേശു ക്രിസ്തുവിനെക്കുറിച്ചായിരിക്കണം എന്നുള്ള കാര്യം വീണ്ടും ഇതിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ ദൈവവചനത്തിൻ്റെ ശക്തിയുടെ ഒരു അനുഭവം നമ്മൾ കണ്ടു. നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന ഓരോ പാപങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. അപ്പോൾ ഇതിലെല്ലാം ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുവാനും അതിലൂടെ എല്ലാം പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ കൂടുതൽ ഒന്നിപ്പിക്കുവാനും നമ്മുടെ കർത്താവായ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.